എതിർപ്പുകൾ ഒന്നുമില്ലാതെ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ താടിരോമങ്ങൾ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഉയർന്നു താഴ്ന്ന അവളുടെ ശ്വാസോച്ഛ്വാസം അവൻ്റെ ഉള്ളിലും വേലിയേറ്റം സൃഷ്ടിച്ചു. തിരിച്ചു നിർത്തി അനുവാദം കൂടാതെ തന്നെ ശ്വാസം കവർന്നെടുക്കുമ്പോൾ അവൻ്റെ കൈകൾ അരക്കെട്ടിൽ മുറുകിയിരുന്നു. രാവിലെ എന്തൊക്കെയോ തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഗൗതം കണ്ണ് തുറക്കുന്നത്. ഉറക്കച്ചവടോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റും നോക്കി. ഒടുവിൽ നോട്ടം മാളവിൽ ചെന്നു നിന്നു. കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് മുടി തോർത്തുകയാണ്. ആകെ ഒരു ദേഷ്യം. ഇടയ്ക്കിടെ ഓരോന്നിടത്ത് ശബ്ദം ഉണ്ടാക്കി താഴ്ത്തു വെക്കുന്നതും കണ്ടു. ഇവൾക്കിതെന്തേ പറ്റി? ഗുഡ് മോർണിംഗ് മാളൂസേ, അവൻ ചിരിയോടെ പറഞ്ഞു. കൂർപ്പിച്ചൊരു നോട്ടമാണ് തിരിച്ചു കിട്ടിയത്. മുമ്പിൽ ഇരുന്ന് ചീപ്പെടുത്തവൾ മുടി ചീകാൻ തുടങ്ങി. മാളുവേ, ഡി പെണ്ണെ, നിന്നെയാ വിളിച്ചത്. അവൾ തിരിഞ്ഞു നോക്കാതെ ചീകലിൻ്റെ ശക്തി കൂട്ടി. എന്തൊക്കെയോ പറയുന്നുമുണ്ട്. ഗൗതമിനൊന്നും മനസ്സിലായില്ല. ഡി പെണ്ണെ, കാര്യം എന്താ എന്ന് പറ. മുമ്പിലിരുന്ന് പൗഡർ ടിനായിരുന്നു അതിന് മറുപടി പറഞ്ഞത്. അവൻ എണീറ്റ് അവളുടെ അടുത്ത് ചെന്നു. കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതും ഒറ്റത്തള്ളായിരുന്നു. തൊട്ടു പോകരുതെന്നെ, ഐ ലവ് യു പറയാതെ ഫസ്റ്റ് നൈറ്റും നടത്തിയിട്ട് ഇരിക്കുക. അതും പറഞ്ഞവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഒരു നിമിഷം എടുത്തു എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. ഗൗതത്തിന് ഇഷ്ടം പറഞ്ഞാലേ അറിയൂ, അവൻ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. പറയാതെ അറിയാൻ ഞാൻ കണിയാൻ ഒന്നുമല്ല, ഗണിച്ചു കൊണ്ടുകൊണ്ടിരിക്കാൻ. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണെന്ന് പറയാൻ എളുപ്പമാണ് മാളു, പക്ഷേ ഒരു വാക്കിൻ്റെ പോലും സഹായമില്ലാതെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് പ്രണയം ജനിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നീ പോലും പറയാതെ നിന്റെ വിഷമങ്ങൾ എൻ്റേതു കൂടി ആകണം. നിന്റെ കൂടെ ദാ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ ഹൃദയമെടുപ്പിൻ്റെ താളം വേഗത്തിൽ ആകണം. ആ താളം നിന്നോട് ചേർന്ന് ലയിക്കണം. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് തോളിൽ മുഖമമർത്തി പറഞ്ഞു. മാളവിൻ്റെ ചുണ്ടിൽ ഒരു ചുരി വിടർന്നു. തിരിഞ്ഞു നിന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മൗനമായി 1000 വട്ടം പ്രണയം വിളിച്ചോതുന്നുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾ. അവളുടെ മനസ്സ് നിറച്ചെങ്കിലും ഇപ്പോൾ ഒരൊറ്റ പരിഭവം ആ കണ്ണുകളിൽ ബാക്കിയാണെന്ന് തോന്നി. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞേ തീരൂ എന്നാണെങ്കിൽ എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ നീ കൂടെ ഇല്ലെങ്കിൽ ആകെ ഒരു വീർപ്പുമുട്ടൽ ആണ്. വെറും ഇഷ്ടമല്ല, ജീവനാ പെണ്ണെ നീ എന്ന് കാതിൽ ചുണ്ട് ചേർത്ത് പറയുമ്പോൾ നാണത്താൽ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞിരുന്നു. ഹോ, ഇപ്പോഴെങ്കിലും ഇത്തിരി നാണം കണ്ടല്ലോ. വിളയവിഷയായ ഭാര്യയെ കോഫി തന്നുണർത്തുന്ന പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയത് പൗഡർ ടിന്നും കൊണ്ടൊരു എയറാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ആകെ ചങ്ങിപ്പോയി. നാണവും ചമലും എല്ലാം കലർന്ന കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളുടെ വിറക്കുന്ന ചുണ്ടുകൾ ലക്ഷ്യമാക്കി തല താഴ്ന്നു വരുമ്പോഴേക്കും അവളുടെ കവിളുകളിൽ ചുപ്പുരാശി പടർന്നിരുന്നു. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നു ദർശൻ. ഇന്ന് രാവിലെയാണ് താൽക്കാലിക ജാമ്യം കിട്ടിയത്. അച്ഛൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിക്കേണ്ടി വന്നു ജാമ്യം ലഭിക്കാൻ. അവനാകെ നാണക്കേട് തോന്നി. പുറം ലോകത്തെ അഭിമുഖീകരിക്കാൻ തന്നെ ബഹുമാനിച്ചു നിന്നവർ ഒക്കെ പുച്ഛത്തോടെ നോക്കും പോലെ. എല്ലാവരുടെയും മുഖത്തു നിന്നും പരിഹാസവും പുച്ഛവും മാത്രം ആണവന് തോന്നിയത്. ദർശനോട് പോലും സംസാരിക്കാൻ തോന്നുന്നില്ല. ദർശ, അച്ഛനാണ് ദിവാകരൻ അവൻ്റെ അരികിൽ വന്നിരുന്നു. ദർശ, നീ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വേണ്ട, നീ സംസാരിക്കേണ്ട. നിന്റെ തീരുമാനത്തെ മാത്രം ആശ്രയിച്ചൊരുങ്ങി ജീവിക്കുന്ന ഒരാൾ കൂടി ഉണ്ട് ഇവിടെ. ദർശൻ അച്ഛനെ സംശയത്തോടെ നോക്കി. ദച്ചുമോളുടെ കാര്യമാ പറഞ്ഞത്. ഏട്ടനെ വേദനിപ്പിക്കുന്ന ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അവൾ മനീഷിനെ പോലും വേണ്ട എന്ന് വെച്ചുക്കുക മോനെ. മനീഷ് എന്നെ വിളിച്ചിരുന്നു. ദച്ചുവിൻ്റെ തീരുമാനത്തിൽ മാറ്റം ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന പെണ്ണിനെ അവൻ വിവാഹം കഴിക്കും എന്ന്. ദർശൻ്റെ കണ്ണുകളിൽ ഒരു ഞെട്ടൽ കാണാൻ കഴിഞ്ഞു. കുട്ടിക്കാലം മുതലേ ഉള്ള ഇഷ്ടമാണ് അവൾ തനിക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു ദർശ. ഇനി നീ മാളുവിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. അവളിന്ന് ഭാര്യയാണ്. ഭാര്യ ആ ഓർമ്മ ദർശൻ്റെ മനസ്സിനെ വല്ലാത്ത കലുഷിതമാക്കി. ദിവാകരനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദർശൻ്റെ ഭാവമാറ്റം. നീ ഇപ്പോൾ ചിന്തിക്കുന്നത് വീണ്ടും ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനാണെങ്കിൽ വേണ്ട മോനെ. നീ അവനോട് പണ്ട് മുതലേ ചെയ്തു കൂട്ടിയതിനൊക്കെ വേറെ ആരായിരുന്നു എങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ തെരുവിൽ ഇറങ്ങേണ്ടി വന്നേനെ. പക്ഷേ ഗൗതം അത് ചെയ്തില്ല, ഞങ്ങളെ ഓർത്തു മാത്രം. ഇനിയെങ്കിലും നീ അവരുടെ ഇടയിലേക്ക് പോകരുത്. ദിവാകരൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ചതിയിലൂടെ നേടുന്നതും നിലനിൽക്കില്ല മോനെ. നമ്മൾ പോലും അറിയാതെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവ നമ്മുടെ കൈകളിലൂടെ ഒരു മണൽത്തിരി പോലെ ഉയർന്നു പോയിരിക്കും. ദർശൻ്റെ തോൾ കൈവച്ചു പറഞ്ഞ ശേഷം അച്ഛൻ എഴുന്നേറ്റ് പോയി. ഏട്ട, വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന ദർശനെ കണ്ടതും ദർശന ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കരച്ചിൽ കാരണം അവളെ വിറക്കുന്നത് പോലെ തോന്നി ദർശന്. അവൻ്റെ കണ്ണുകൾ ഇറണിഞ്ഞ്. അവളാകെ ക്ഷീണിച്ചിരുന്നു. മോൾ മനുവിനെ വേണ്ട എന്ന് പറഞ്ഞു. അവളുടെ മുടി ആടിയൊതുക്കി അവൻ ചോദിച്ചു. ദച്ചുവിൻ്റെ തല താഴ്ന്നു. വേണ്ട ഏട്ടാ, എന്നെനിക്ക് ഏട്ടന് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട. നിക്ക് വിഷമം ഒന്നുമില്ല. അത് പറയുമ്പോൾ പോലും അവളുടെ ശബ്ദം ചിലമ്പിരുന്നു. കണ്ണുകളിൽ ഇരുണ്ടുകൂടിയ നിർമുത്തുകൾ താഴേക്ക് വീഴാതെ തടഞ്ഞു നിർത്തി നിൽക്കുന്ന അവളോട് ദർശനു വല്ലാത്ത വാത്സല്യം തോന്നി. അതിന് ഏട്ടന് സമ്മതം അല്ലെന്നാരാ പറഞ്ഞ്? അവനൊരു ചിരിയോടെ പറഞ്ഞു. ദച്ചു നെട്ടി അവനെ നോക്കി. നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഏട്ടനെ കണ്ടപ്പോൾ ഇതെല്ലാം സ്വപ്നം ആണോ എന്ന് വരെ അവൾക്ക് തോന്നി. അവളുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ടാകാം ദർശൻ തന്നെ പറഞ്ഞു. ഏട്ടൻ സംസാരിക്കാം മനുവിനോട്. രണ്ടാൾക്കും സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം നടത്താം. വീണ്ടും പറയാൻ തുടങ്ങിയ ദച്ചുവിനെ അവൻ തടഞ്ഞു. വേണ്ട, ഏട്ടന് വേണ്ടി അത്ര വലിയ ത്യാഗം ഒന്നും എൻ്റെ കുട്ടി ചെയ്യണ്ട. എനിക്കൊരു വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. മനു നല്ല പയ്യനാ. നിനക്ക് വേണ്ടി മാത്രമേ അവൻ എൻ്റെ കൂടെ പോലും നിന്നിട്ടുള്ളൂ. ദച്ചുവിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ സന്തോഷം മാത്രം മതിയായിരുന്നു ദർശനം. അവൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പരസ്പരം അറിയാവുന്ന വീട്ടുകാർ ആയതുകൊണ്ട് പെണ്ണ് കാണൽ ഒക്കെ നടത്തുന്നതിന് പകരമായി
ചെറിയൊരു വാക്കുറപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനും ചടങ്ങിൽ പങ്കെടുക്കാനും ദർശന തയ്യാറല്ലായിരുന്നു. എങ്കിലും ദച്ചുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. മനുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും ദച്ചുവിൻ്റെ ഏട്ടൻ എന്ന സ്ഥാനം മാത്രമേ അവൻ തനിക്ക് തന്നിട്ടുള്ളൂ എന്ന് ദർശന മനസ്സിലായി. എണ്ണിപ്പെരുക്കി ഒന്നോ രണ്ടോ വാക്കുകളിൽ മനു സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നല്ലൊരു സുഹൃത്തിനെ തനിക്ക് നഷ്ടമായി എന്നവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഗൗതമിൻ്റെയും മാളുവിൻ്റെയും സന്തോഷം നേരിൽ കാണുകയായിരുന്നു ദർശൻ. ഗൗതമിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ള അവളുടെ ചിരിയും നാണും ഒക്കെ നോക്കി കാണാനായിരുന്നു അവൻ. അറിയാതെ പോലും ഒരു തവണ പോലും അവളുടെ നോട്ടം തൻ്റെ നേരെ വീഴുന്നില്ല എന്നവന് മനസ്സിലായി. വന്നു കയറിപ്പോയാണ് ഒന്ന് നോക്കിയത്. അപ്പോൾ ആ കണ്ണുകളിൽ കണ്ട ഞെയും ഉറപ്പും അവളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം അവന് മനസ്സിലാക്കി കൊടുത്തു. അത് താൻ അറിയിക്കുന്നതാണെന്ന് അവനറിയാമായിരുന്നു. ഗൗതം മാത്രം ഒരു ചെറിയ പുഞ്ചിരി അവന് നൽകി. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിച്ചാലും നമുക്കേറെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവരൊന്നും ക്ഷമിക്കാൻ കഴിയില്ല. ചടങ്ങുകൾക്ക് ശേഷം ഗൗതവും മാളും തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ദർശൻ്റെ വിളി വന്നത്. തിരിഞ്ഞു നോക്കിയ മാളുവിൻ്റെ മുഖത്ത് ദർശനെ കണ്ടതും ദേഷ്യം ഇരച്ചു കയറി. സംസാരിക്കാൻ തുടങ്ങിയ അവളെ ഗൗതം കൈവച്ച് വിലക്കി. നിന്നോട് എനിക്കൊന്നും പക മാത്രമേ ഉള്ളായിരുന്നു ഗൗതം. കുട്ടിക്കാലം മുതലൊക്കെ അതങ്ങനെയാണ്. എല്ലാ വർഷവും ഒന്നാം സ്ഥാനത്ത് നിങ്ങളുടെ കമ്പനി വരുമ്പോൾ എൻ്റെ അച്ഛൻ വെറുമൊരു കാഴ്ചക്കാരൻ ആയിരിക്കേണ്ടി വരുന്നത് കണ്ടപ്പോൾ മുതലുള്ള പക. അച്ഛന് സാധിക്കാത്തത് എനിക്ക് നേടണം എന്നുള്ള വാശിയായിരുന്നു. പക്ഷേ കമ്പനിയിൽ കയറിയ ആദ്യ വർഷം തന്നെ നീ എന്നെ പരാജയപ്പെടുത്തിയപ്പോൾ ഏത് മാർഗത്തിൽ കൂടിയും നിന്നെ തോൽപ്പിക്കണം എന്ന് മാത്രമേ തോന്നിയുള്ളൂ. മനുവിനെ വരെ നിനക്കെതിരെ ഞാൻ ഉപയോഗിച്ചു. പക്ഷേ ദർശനം ഒന്ന് തീക്ഷമായി നിശ്വസിച്ചു. പലതും തിരിച്ചറിഞ്ഞത് വൈകിയാണ്. കേസും കാര്യങ്ങളും ഒക്കെ എന്ന് തീരും എന്നറിയില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ദർശൻ വരില്ല. കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെ പറയണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞെങ്കിൽ ശരിയാകില്ല. നീ പറഞ്ഞത് തന്നെയാ ശരി. തതിച്ചു നേടിയതൊന്നും വായില്ല. തിരികെയുള്ള ഗൗതമിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവർക്കൊരു ശരി മാത്രം നൽകി ദർശൻ നടന്നു നീങ്ങി. ഒന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യുമാളോ, എത്ര നേരമായി നോക്കുന്നു. മനുവിൻ്റെ നിശ്ചയത്തിനൊടുക്കാൻ സാരി വാങ്ങാൻ മുൻപായിരുന്നു ഗൗതവും മാളും. ഗൗതമിൻ്റെ പറച്ചിൽ കേട്ട മാള് അവനെ ദേഷ്യത്തോടെ നോക്കി. എങ്കിൽ പെന്നെ ഒരെണ്ണം എടുത്തു തന്നൂടെ? ഭാര്യയ്ക്കൊരു സാരി എടുത്തു തന്നു എന്ന് വെച്ച് ആകാശം ഒന്നും ഇടന്നു വീഴ്ത്തും ഇല്ല. ഏണിൽ കൈകൊടുത്ത് നിൽക്കുന്ന അവളുടെ ഭാവം കണ്ടതും അറിയാതെ ഗൗതം ചിരിച്ചുപോയി. അവൾക്കൊപ്പം സാരി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചിതമായൊരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയ മാളും ഗൗതമും കാണുന്ന കയ്യിൽ ഒരു കുഞ്ഞുമായി നിറഞ്ഞ ചിരിയോടെ അവരുടെ അടുത്തേക്ക് വരുന്ന ശാലിനിയാണ്. ഒരു നിമിഷം മാളു ഒന്ന് പകച്ചു. ഭഗവാനെ, പൂർവ്വ കാമുകയാണല്ലോ. ഗൗതമിനെ നോക്കിയപ്പോൾ 32 പല്ലും കാണിച്ച് ശാലിനിയെ നോക്കി ചിരിച്ചോണ്ട് നിൽപ്പുണ്ട്. അതും കൂടി കണ്ടപ്പോഴേക്ക് മാളുവിൻ്റെ മുഖം ചുമന്നു. പൂച്ചയുടെ മുമ്പിൽ ഉണക്കമീൻ വെച്ചതുപോലെയുള്ള ഇളി കണ്ടില്ലേ, ഒരു ചവിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്, അവൾ ചുണ്ടുകൊട്ടി പതുക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശാലിനി നടന്നെടുത്തെത്തിയിരുന്നു. സുഖമാണോ ഗൗതം? ഇതാരാ, വൈഫാണോ? അവൾ മാളുവിനെ ചൂണ്ടി ചോദിച്ചു. ആ അതെ, മാളവിക. ഗൗതം മാളുവിനെ ചേർത്ത് നിർത്തി പറഞ്ഞു. മാളു മുഖത്തിൽ ചിരി വരുത്തി. എനിക്കൊന്ന് സംസാരിക്കണം ഗൗതം, ഒരു 5 മിനിറ്റ്. മാളു ഗൗതമിനെ കണ്ണു കുറിപ്പിച്ചു നോക്കി. ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് ഗൗതമിന് മനസ്സിലായി. അവൻ മാളുവിനെ ഒന്ന് ദയനീയമായി നോക്കിയപ്പോൾ അവൾ പിണങ്ങി തിരിഞ്ഞു സാരി നോക്കാൻ തുടങ്ങി. നിനക്കെന്നോട് ദേഷ്യമായിരിക്കും എന്നാ വിചാരിച്ചത്, അല്പം നടന്നു മാറി ഉടനെ ശാലിനി പറഞ്ഞു. ഗൗതം ചിരിച്ചതേ ഉള്ളൂ. സത്യം ഗൗതം, നീ ഇങ്ങനെ പ്രതികരിക്കും എന്നാലോചിച്ച് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതാണ് മാരേജിൻ്റെ കാര്യം ക്ലാസ് വൈ ഗ്രൂപ്പ് അറിഞ്ഞിട്ടും വരാതിരുന്നത്. ഇപ്പോൾ തന്നെ നിന്റെ മുഖത്ത് ദേഷ്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ധൈര്യം വന്നത്. ശാലിനിയുടെ മുഖത്താകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നടോ? നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മുടെ ഈ കൂടിക്കാഴ്ച എങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. പക്ഷെ അതൊരിക്കലും നീ മറ്റൊരു വിവാഹം കഴിച്ചതിനല്ല, ഒരു സുഹൃത്തായി പോലും കൂടെ നിൽക്കാത്തതിനായിരുന്നു. നിന്നെയും മനുഷ്യനെയുമായിരുന്നു ഞാൻ ഏറ്റവും വിശ്വസിച്ചത്. രണ്ടാളും ഒരേ സമയം കളം മാറ്റി ചവിട്ടിയപ്പോൾ വല്ലാതെ തകർന്നു പോയി. പിന്നെ ഒളിച്ചോട്ടമായിരുന്നു. ഗൗതം ചിരിച്ചു. പക്ഷെ അത് ഗുണം മാത്രമാണ് ചെയ്തത്. യഥാർത്ഥ സൗഹൃദത്തിൻ്റെ മൂല്യം പഠിപ്പിച്ചു തന്നത് നന്ദനാണ്. ഒരിക്കലും നീ ആയിരുന്നില്ല. യഥാർത്ഥ പ്രണയം എന്ന് മനസ്സിലാക്കി തന്നത് മാളുവാണ്. ഇപ്പോൾ തോന്നും സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നെന്ന്. അവൻ്റെ കൊൽക്കട്ട ശാലിനിയുടെ മുഖം മങ്ങി. അവൻ പറയുന്ന ഓരോ വാക്കുകളും സത്യമാണ്. കഴിഞ്ഞുപോയ ഭൂതകാലത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത് ഒരു തെറ്റ്. പ്രണയം പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയിരുന്നു. ഗൗതം വാസുദേവ് എന്ന ബിസിനസ്മാൻ്റെ ഭാര്യ എന്ന പദവിക്ക് വേണ്ടിയുള്ള പ്രണയം, അതുമാത്രം ആയിരുന്നു ഗൗതം ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സാരിയും എടുത്ത് ദേശത്തോടെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകുന്ന മാളുവിനെയാണ് കണ്ടത്. പോകുന്നതിന് മുമ്പ് അവരുടെ നേരെ ദഹിപ്പിക്കുന്നൊരു നോട്ടവും നോക്കി. പോട്ടട ഒത്തിരി തിരക്കുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ മാളുവിൻ്റെ പിന്നാലെ ചെന്ന് നടന്ന് അകലുന്ന ഗൗതമിനെ നോക്കി നിൽക്കുമ്പോൾ അവൻ ഒരുപാട് മാറിയതായി തോന്നി. ശാലിനിക്ക് കുറച്ചുകൂടി ശാന്തത വന്നതുപോലെ. പണ്ട് എപ്പോഴും ദേഷ്യമായിരുന്നു. വളരെയധികം സന്തോഷവാനാണ് അവനെന്ന് തോന്നി ഇപ്പോൾ. മാളുവാണ് ഈ മാറ്റത്തിന് കാരണം എന്നവൾക്കറിയാമായിരുന്നു. മനസ്സിൽ നിന്നും ഒരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ തോന്നി. എത്രയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചാലും അവസാനം കണ്ടുമുട്ടിയപ്പോഴുള്ള ഗൗതമിൻ്റെ മുഖം എന്നും ഒരു വിങ്ങലായിരുന്നു മനസ്സിന്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിർബന്ധപൂർവ്വം മാളുവിൻ്റെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി പണമടക്കുന്ന ഗൗതത്തിനെ അവൾ ചിരിയോടെ നോക്കി നിന്നു.
വീട്ടിലെത്തിയിട്ടും മാളുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. വണ്ടിയിൽ നിന്നും ദേഷ്യത്തോടെ കവറുകൾ എടുത്തിറങ്ങി. ഗൗതം വിളിച്ചെങ്കിലും തിരിഞ്ഞുപോലും നോക്കിയില്ല. ബീനയും വാസുദേവൻ ഇതെന്താ കഥ എന്ന മട്ടിൽ ദേഷ്യത്തോടെ പോകുന്ന മാളുവിനെ നോക്കി. ഗൗതം അവരെ നോക്കി നിന്ന് കണ്ണുറക്കി കാണിച്ച ശേഷം പിന്നാലെ ചെന്നു. ഡി, അവൾ വെറുതെ ഒന്ന് ക്ഷമ പറയാൻ വന്നതാ. അതിനാണ് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ പിണക്കത്തോടെ മുഖം തിരിച്ചു. പിന്നെ എൻ്റെ മാളുവിൻ്റെ മുഖം മാറിയാൽ എനിക്കറിയില്ലേ? തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. എൻ്റെ മാളു, എൻ്റെ ജീവിതത്തിൽ എന്തായാലും ഇനി അങ്ങോട്ട് 3 പെണ്ണുങ്ങൾക്കേ സ്ഥാനമുള്ളൂ. അവൻ ഒരു കണ്ണുറക്കി ചിരിയോടെ പറഞ്ഞു. മാളുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഓഹോ, നിങ്ങൾക്കൊന്നും രണ്ടുമൊന്നും പറ്റില്ല അല്ലേ? 3 എണ്ണം വേണമല്ലേ? 3ാമത്തവളെ കൊണ്ട് വരുന്നത് എനിക്കൊന്ന് കാണണം. അവളവനെ തള്ളി മാറ്റി ഇടുപ്പിൽ കൈകുത്തി നിന്നു. ഓഹോ, അപ്പോൾ ബാക്കി 2 പേരെ കുഴപ്പമില്ലേ? മാളുവിന് കാര്യം പിടികിട്ടില്ല എന്നവന് മനസ്സിലായി. 1ാമത്തവൾ ഇത്തിരി പ്രശ്നമുണ്ട് എന്നവളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. 2ാമത്തെ ഞാനാണല്ലോ. ഞാനൊഴിഞ്ഞു പോകാതെ എങ്ങനെ 3ാമത്തെ അവളെ കൊണ്ടുവരും എന്ന് എനിക്കൊന്ന് കാണണം. നീ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല മാളു. എത്രയും പെട്ടെന്ന് തന്നെ 3ാമത്തെ പെൺകുട്ടിയും എൻ്റെ ജീവിതത്തിലേക്ക് വരും. പിന്നെ നീ ഔട്ട്. മാളുവിൻ്റെ മുഖം ദേഷ്യത്തോടെ ചുമന്ന് വരുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. പക്ഷെ ആ കൗതുകവും ചിരിയും ഒരു നിമിഷത്തേക്ക് ഉള്ളായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുടിയിൽ പിടിച്ച് ശക്തമായി വലിച്ചു. നിങ്ങൾക്ക് ഇനിയും പെണ്ണുങ്ങൾ വേണമല്ലേ? ആ ഡി വിട്, ഞാൻ നമ്മുടെ മോളുടെ കാര്യമാ പറഞ്ഞ്. അവൻ വേദന കൊണ്ട് ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു. മുടിയിലെ പിടിവിട്ട വയറ്റിൽ ഒരു ഇടിയും കൂടി കൊടുത്തു മാളു. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം ഇതൊക്കെ പറയാൻ. ഒരു കൈയും കൊണ്ട് വയറും മറ്റേ കൈയും കൊണ്ട് തലയും തടയി നിൽക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി ഗൗതത്തിന്. തലയും തടയി നിൽക്കുന്ന ഗൗതത്തിനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. നന്നായി വേദനിച്ചു. മുടികൾക്കിടയിലൂടെ വിരലുകൾ വിളിച്ചു ചോദിച്ചു. കുറച്ച്. എന്നാലും സാരമില്ല, ഇപ്പോഴേ ശീലമാക്കുന്നത് നല്ലത്. നമ്മുടെ മോള് വരുമ്പോൾ ഇങ്ങനെ എത്ര വട്ടം ചെയ്യുമോ? എന്തോ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ചിരിയോടെ അവൻ പറഞ്ഞു. ഓഹോ, മോളെ മതിയോ? മോൻ ആണെങ്കിലോ? എനിക്ക് മോനെ മതി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കുസൃതിയോടെ അവൾ പറഞ്ഞു. മോനാണെങ്കിൽ എന്താ? മോളെ കിട്ടുന്നതുവരെ നമുക്ക് ശ്രമിക്കാന്നേ. അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ച് ചിരി കടിച്ചമർത്തി അവൻ പറഞ്ഞു. മാളുവ തുറന്നു നിന്ന് പോയി. അയ്യടാ, അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. തോളിൽ ഒരു ഇടിക്കൂട് കൊടുത്തുകൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞത്. ഓഹോ, എന്നാൽ ഇടയോടിടി ഇരിക്കുന്നേ. എൻ്റെ പെണ്ണിങ്ങോട്ട് വന്ന് ഇതെല്ലാം കൂടി നിനക്ക് എപ്പോൾ തിരിച്ചു തരാം? തോളും തടയും പറയുന്ന അവനെ നോക്കിയോ. പിന്നെ എന്ന ഭാഗത്തിൽ അവൾ ചുണ്ടുകൊട്ടി. മോളെ തരട്ടേടി. ചുണ്ടുകൾ അടുപ്പിച്ച് അവൻ ചോദിച്ചപ്പോൾ സമ്മതഭാവത്തിൽ അവൾ കിഴികൾ അടച്ചു. അച്ഛേ എന്നൊരു വിളിയാണ് കേട്ടത്. പുറത്തേക്ക് നോക്കിയ മാളു കാണുന്നത് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി വരുന്ന ആനന്ദിത എന്ന അല്ലിമോളെയാണ്. മാളുവിനെ തിരിഞ്ഞു പോലും നോക്കാതെ അവൾ ഓടി വന്ന് ഗൗതമിനെ കെട്ടിപ്പിടിച്ചു. അച്ഛേ, ഇന്നുണ്ടല്ലോ. ഗൗതമിൻ്റെ മടിയിൽ ഇരുന്ന് അവനോട് വിശേഷങ്ങൾ പറയുന്ന അല്ലിമോളെ അവൾ കൗശമ്പോടെ നോക്കി. അച്ഛനും മോളും അവരുടെ മാത്രം ലോകത്തായിരുന്നു. അവളെ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു. അമ്മയുടെ പൊന്നിനെ മാത്രം മതി കേട്ടോ. അമ്മയ്ക്ക് അവരോടുള്ള കൂടും നമ്മൾ വെട്ടിക്കെട്ടോ. ഇതൊന്നും മനസ്സിലാകാതെ മടിയിൽ കാലിട്ടടിച്ച് കളിക്കുന്ന അല്ലു മോനോട് അവൾ പറഞ്ഞു. അല്ലു എന്ന് വിളിക്കുന്ന അച്ഛൻ മോന് 1.5 വയസ്സായിട്ടേ ഉള്ളൂ. അല്ലുവിൻ്റെ വയറ്റിൽ മുഖം മർത്തി അവൻ പൊട്ടിച്ചിരിച്ചപ്പോഴാണ് അച്ഛൻ്റെയും മോളുടെയും ശ്രദ്ധ മാറുന്നത്. രണ്ടാളും അല്ലുവിനെ നോക്കിയിരിക്കുന്നത് കണ്ട മറുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഒക്കെ കള്ളന്മാർ, അവൾ കുഞ്ഞിനോട് പറഞ്ഞു. കാര്യം ഒന്നും മനസ്സിലായില്ല എങ്കിലും അല്ലു ചിരിക്കുന്നുണ്ടായിരുന്നു. മാളു പിണങ്ങിയെന്ന് ഗൗതമനും അല്ലിമോൾക്കും മനസ്സിലായി. അല്ലി പെട്ടെന്ന് എഴുന്നേറ്റ് മാളുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നുണ്ടല്ലോ അമ്മേ, സ്കൂളിൽ വെച്ച് ഗൗതമിനോട് പറഞ്ഞ വിശേഷങ്ങളൊക്കെ അവൾ ആദ്യം മുതൽ മാളുവിനോട് പറയാൻ തുടങ്ങി. പിണക്കം മാറ്റാനുള്ള അല്ലിമോളുടെ ശ്രമങ്ങൾ കണ്ടു അറിയാതെ മാളു ചിരിച്ചുപോയി. എന്നും കാണുന്ന സംഭവങ്ങൾ തന്നെ ആയതുകൊണ്ട് അച്ഛനും അമ്മക്കും അതിശയം ഒന്നും തോന്നിയില്ല. നീയും അമ്മയുടെ കൂടെ കൂടിയോടി. ഗൗതം അല്ലിമോൾ എടുത്ത് മടയിൽ ഇരുത്തി മാളുവിൻ്റെ അടുത്തിരുന്നു. തോൾ കൈ ഇടാൻ നോക്കിയപ്പോൾ ഒരൊറ്റ അടിയായിരുന്നു കൈക്കിട്ട്. നിയൽ പോലെ കൂടെ കാണും എന്ന് പറഞ്ഞിട്ടിപ്പോൾ ചിലരൊന്നും നമ്മുടെ നിയലിനെ പോലും അടുപ്പിക്കുന്നില്ലല്ലോ അല്ലൂസേ. അവൻ കുഞ്ഞിൻ്റെ താടിയിൽ പിടിച്ച് കുഞ്ഞിച്ചുകൊണ്ട് മാളുവിൻ്റെ ഒളിക്കണ്ണിട്ട് നോക്കി. അവളുടെ കണ്ണുകളിൽ പരിഭവം മാറി കുസൃതി നിറയുന്നത് നോക്കിക്കാണുകയായിരുന്നു ഗൗതം. അവളുടെ തോളിലേക്ക് തലചാരി അല്ലിമോനെ കൊഞ്ചിക്കുമ്പോൾ അല്ലിമോൾ അപ്പോഴും അവളുടെ വിശേഷം പറച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല.